ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ ബയോളജി ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിയും പേപ്പർ സിമ്പിൾ ആയിട്ട് തോന്നി. ഇപ്പൊ ഒരു വർഷമായി ബയോളജി +1 പഠിച്ചു. ഞാൻ ഇപ്പൊ ഇന്നലെയൊക്കെയാണ് എടുത്ത് നോക്കിയത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം +1 ഉള്ളവർക്കൊക്കെ കുറച്ചും കൂടി സിമ്പിൾ ആയി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി മാർക്ക് ഇമ്പ്രൂവ് ആവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എനിക്ക് ബോട്ടണി വല്ല അറിയില്ല, സുവോളജിയാണ് പിന്നെ എഴുതാൻ പറ്റിയത്. പിന്നെ പേപ്പറിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ബോട്ടണിയിൽ 1 വേർഡ് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യനൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യനും എഴുതിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. 1 വേർഡ് സുഖമായിരുന്നു. പിന്നെ ഈ 10ാമത്തെ 7ാമത്തെയും ക്വസ്റ്റ്യനൊക്കെ എഴുതാൻ പറ്റി. പിന്നെ ആ ഫ്ലോ ചാർട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊന്നും വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല 2 മാർക്കിൻ്റെ സെക്ഷനിൽ. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യനും 13ാമത്തെ ക്വസ്റ്റ്യനിൽ ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ 15ാമത്തെ ഓപ്ഷൻ സുഖമായിരുന്നു, അതിൽ കുഴപ്പമില്ല. പിന്നെ 17 അതിൽ സി ഓപ്ഷൻ എഴുതാൻ പറ്റില്ല. പിന്നെ 12ലും ബി ഓപ്ഷൻ എഴുതാൻ പറ്റില്ല. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുറച്ച് പഠിച്ചുള്ളൂ, അത്ര തോനെയൊന്നും പഠിച്ചില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 3 മാർക്കിലും ഒരു ക്വസ്റ്റ്യൻ അവസാനത്തെ പേജിൽ ഒന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ സുവോളജി നോക്കുകയാണെങ്കിൽ 1 വേർഡിന് ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ആ ഡയഗ്രാം അതും സുഖമായിട്ട് എഴുതി. പിന്നെ 7, 8, 10, 11 ഈ പേജുകളിലൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ ചില സ്ഥലങ്ങളാണെങ്കിൽ 12ത്തെ അത് കിട്ടിയില്ല, ഫസ്റ്റത്തത്. പിന്നെ കുറേ ആലോചിച്ച് പിന്നെ അവസാനം പക്ഷേ അത് കിട്ടിയില്ല. എന്തോ ഒരു പ്രശ്നമാണ്, എന്താ അറിയില്ല, പഠിച്ചതിൻ്റെ പ്രശ്നം. പിന്നെ 15ാമത്തെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ 17 എഴുതി. പിന്നെ ഈ ഭാഗമൊക്കെ അറിയില്ലായിരുന്നു സുവോളജിയിൽ. പിന്നെ ഈ ഭാഗമൊന്നും എഴുതാൻ പറ്റിയില്ല. പിന്നെ ഈ 20ാമത്തെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, അത് അത്യാവശ്യം സുഖമായിട്ട് തോന്നി. അപ്പോൾ ടോട്ടലിപ്പം ബയോളജിനെ കുറിച്ച് ഇതാണ് പറയാനുള്ളത്. കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ